CPIM നേതൃത്വത്തോട് ഇടഞ്ഞ് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു പി.കെ. ശശി. കോൺഗ്രസിലേക്ക് കൂറുമാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സ്വമേധയായുള്ള രാജി. UDF-ലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ചു പറയാതിരുന്ന ശശി CPIM-ൽ നിന്ന് ഇതുവരെ രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തുടർ നീക്കങ്ങൾക്കും സസ്പെൻസ് ഇട്ടു. CPIM-ഉമായുള്ള അകൽച്ചയുടെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് പി.കെ. ശശി. കാലാവധി തീരാൻ 1 മാസം ശേഷിക്കെയാണ് KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രാജി. വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് വിശദീകരിക്കുമ്പോഴും പാർട്ടിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന തിരിച്ചറിവ് കൂടിയാണ് രാജിക്ക് പിന്നിൽ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമനസ്സാലെ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ഒരാളുടെയും സമ്മർദ്ദമില്ല, ഒരാളുടെയും പ്രേരണയില്ല, ആരുടെയും നിർദ്ദേശമില്ല. ഇത് ഞാൻ സ്വമനസ്സാലെടുത്ത തീരുമാനമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പി.കെ. ശശി മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. UDF നേതാക്കളുമായി കഴിഞ്ഞ ദിവസം ശശി ചർച്ച നടത്തുകയും ചെയ്തു. CPIM-ൽ നിന്ന് രാജിവെച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും UDF-ലേക്ക് പോകില്ലെന്ന് ശശി ഉറപ്പിച്ചു പറയുന്നുമില്ല. ഒരു UDF നേതാക്കളുമായിട്ടും ഞാൻ എൻ്റെ ചേരിമാറ്റം സംബന്ധിച്ച് ഒരു കാര്യം സംസാരിച്ചതായി നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനങ്ങ് ചെയ്യാം. ഞാനിപ്പോൾ CPM-ൽ അംഗമാണ്. ഞാനിപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനയുടെ ഒരു ഭാരവാഹിയായി പ്രവർത്തിക്കുന്നയാളാണ്. മറിച്ചൊരു തീരുമാനവും ഞാൻ ഇന്നേ വരെ എടുത്തിട്ടേയില്ല. നാളെ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അച്ചടക്ക നടപടിയായി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതിന് പിന്നാലെയാണ് പി.കെ. ശശി പാർട്ടിയോട് ഇടയുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ ആദ്യം നടപടി നേരിട്ട ശശിയെ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശശിയെ അനുകൂലിക്കുന്നവർ CPM-നെതിരെ മത്സരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ശശിയും പാലക്കാട് CPIM-ഉം കൊമ്പുകോർത്തു. അപ്പോഴും സുപ്രധാന സ്ഥാനത്ത് ശശി തുടരുന്നതിൽ പാർട്ടിക്കകത്തു തന്നെ വിമർശനമുയർന്നിരുന്നു. ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. രാജി പാർട്ടിയോട് ആലോചിച്ചല്ലെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പാർട്ടിയുമായിട്ടൊന്ന് ആലോചിക്കാമായിരുന്നു. എന്നാൽ രാജി പാർട്ടിയെ അറിയിക്കേണ്ടതില്ല എന്നാണ് ശശിയുടെ മറുപടി. അല്ല, അതൊന്നും അറിയിക്കേണ്ടത് ഇവിടെയൊന്നല്ല. ഇവരൊന്നല്ലല്ലോ അത് തീരുമാനിച്ചു തന്നത്. UDF-മായി അടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ശശിയുടെ രാജി. ശശിയുടെ അനുനയ നീക്കം വേണ്ടതില്ലെന്ന് CPIM സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചു കഴിഞ്ഞു. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.